السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അർ-റഹ്മാനിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ ഇതിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ. അടുത്ത ആയത്ത് വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ. കുല്ലുമൻ ആരൊക്കെ ഉണ്ടോ, അലൈഹ അതിനുമേൽ ആരൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഫാൻ നശിച്ചു പോകുന്നതാണ്. ഫന എന്ന് പറഞ്ഞാൽ നശിച്ചു, ഇല്ലാതായി. വയബ്ഖാ ബാക്കി ആകും, നിലനിൽക്കും. വജ്ഹു റബ്ബിക നിന്റെ റബ്ബിന്റെ വജ്ഹ്, നിന്റെ റബ്ബിന്റെ മുഖം. ദുൽ ജലാലി വൽ ഇക്റാം അവന്റെ മുഖം എങ്ങനെയുള്ളതാണ്? ദുൽ ജലാലി വൽ ഇക്റാം ജലാലും ഇക്റാമും ഉള്ളതാണ്. അങ്ങേയറ്റത്തെ മഹത്വവും എല്ലാവിധ ഔന്നത്യവും ഉള്ളതാണ്. അഥവാ ആ വജ്ഹുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകും. ഇമാം ഇബ്നു കസീർ പറയുന്നു, യുഖ്ബിറു തആല അന്ന ജമീഅ അഹ്ലിൽ അർദി സയദ്ഹബൂന വയമൂതൂന അജ്മഊൻ. ഭൂമിയിലുള്ളവരെല്ലാം പോയിപ്പോകുമെന്നും അവരെല്ലാവരും മരിക്കുമെന്നും അള്ളാഹു അറിയിക്കുന്നു. വകദാലിക അഹ്ലുസ് സമാവാത്ത് അതുപോലെ ആകാശങ്ങളിലുള്ളവരുമെല്ലാം ഇല്ലാ മൻ ശാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. വലാ യബ്ഖാ അഹദുൻ സിവാ വജ്ഹിഹിൽ കരീം അള്ളാഹുവിന്റെ വജ്ഹ് അവന്റെ മുഖം മാത്രമേ ബാക്കിയാകൂ. അതിന്റെ അർത്ഥം അവന്റെ ബാക്കിയുള്ള സിഫത്തുകൾ ഇല്ലാതാകുമെന്നല്ല. സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമല്ല. മറിച്ച് അവൻ ആ വജ്ഹോടെ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമേ ബാക്കിയുണ്ടാകൂ. فإن الرب تعالى وتقدس لا يموت بل هو الحي الذي لا يموت أبدا. അല്ലാഹു അവൻ മാത്രമാണ് മരിക്കാത്തവൻ, അവൻ ഒരിക്കലും മരിക്കുകയില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനക്കർഹനില്ല. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ അവൻ അവ്വലുമാണ് ആഖിറുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയിൽ കാണാം, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിർ വലൈസ ബഅദക ഷൈ. അല്ലാഹുവേ, നീയാണ് അൽ അവ്വൽ ആദ്യമേ ഉള്ളവൻ. വലൈസ ഖബ്ലക ഷൈ നിനക്ക് മുൻപ് ഒന്നുമില്ല. വഅൻതൽ ആഖിർ നീയാണ് അവസാനത്തവൻ. വലൈസ ബഅദക ഷൈ നിനക്ക് ശേഷം ഒന്നുമില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബിൽ നിന്നാണ് വന്നത്, റബ്ബിൽ നിന്നാണ്. അവൻ അവ്വലാണ്. ഏതേത് കാര്യമുണ്ടോ അതിന്റെ തിരിച്ചുപോക്ക് റബ്ബിലേക്കാണ്. വൽ ആഖിർ അവൻ അവസാനത്തവനാണ്. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല റബ്ബിൽ നിന്നല്ലാതെ. റബ്ബിനെ അല്ലാതെ ആരെയും പേടിക്കേണ്ടതുമില്ല. അഭയം തേടിച്ചെല്ലാൻ റബ്ബിനോട്, അതുപോലെ തന്നെ റബ്ബിനു വേണ്ടി മാത്രമല്ലാതെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. കാരണം ബാക്കിയെല്ലാം ഇല്ലാതായി പോകും. അവനാണ് അവ്വലും ആഖിറും. അവൻ ഒരിക്കലും മരിക്കുകയില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബാണ് സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ വിശേഷണമാണ് ദുൽ ജലാലി വൽ ഇക്റാം. ഇവിടെ അവന്റെ വജ്ഹിന്റെ വിശേഷണമായിട്ടാണ് പറഞ്ഞത്, ദുൽ ജലാലി വൽ ഇക്റാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അലിഹു ബി യാദൽ ജലാലി വൽ ഇക്റാം. അലിഹു ബി യാദൽ ജലാലി വൽ ഇക്റാം.
യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് നിങ്ങൾ റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് ഇൽഹാഹ് നടത്തുക. എന്താണ് ഇൽഹാഹ്? നിരന്തരം ചോദിക്കുക. അതിനാണ് ഇൽഹാഹ് എന്ന് പറയുക. അലിഹു ബി യാ ദൽ ജലാലി വൽ ഇക്റാം. ഉത്തരം കിട്ടുന്ന ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അതിൽ ഈ അള്ളാഹുവിന്റെ ഈ വിശേഷണം പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയെ പറ്റി പറഞ്ഞത് ഇത് പറഞ്ഞ് പിന്നെ ചോദിക്കുന്ന കാര്യം അള്ളാഹു തരുമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻത ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇതിനുശേഷം ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഅന്ന ലകൽ ഹംദ, നിനക്കുള്ളതാണ് എല്ലാ സ്തുതിയും, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ പടച്ചവൻ. യാ ദൽ ജലാലി വൽ ഇക്റാം, ജലാലുൽ ഇക്റാമുള്ളവനെ, എല്ലാവിധ മഹത്വത്തിന്റെയും എല്ലാവിധ ഉദാരതയുടെയും മാന്യതയുടെയും അതെല്ലാമുള്ളവനെ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ. ഇത് വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വേറെയും അള്ളാഹുവിന്റെ പേരുകൾ വിളിച്ചിട്ടുള്ള ദുആ കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ല അൻതൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ് ചോദിക്കുക. അതും പ്രത്യേകം ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ദുആകളിൽ ഒന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യാ ദൽ ജലാലി വൽ ഇക്റാം എന്നത് ദുആയിൽ ഉൾപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുൽ ഖസസിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹ്, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹ്, എല്ലാം നശിക്കും അല്ലാഹുവിന്റെ വജ്ഹ് ഒഴികെ. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചതൊഴികെ ബാക്കിയെല്ലാം ബാത്തിലാണ്. റബ്ബിനെ നിയത്താക്കി ചെയ്തത് അതാണ് ബാക്കിയാവുക. അള്ളാഹു മാത്രമാണ് ബാക്കിയാവുക. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള അമലാണ് ബാക്കിയാവുക. ബാക്കിയൊക്കെ വ്യർത്ഥമാണ്. അതുകൊണ്ട് ഏത് അമലിലും റബ്ബിനെ പ്രതീക്ഷിക്കുക. ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാകട്ടെ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുക. അത് ചിലപ്പോൾ അനുവദനീയമായ ഒരു കാര്യമാണെങ്കിൽ തന്നെ അതൊരു ഇബാദത്തായ, പൊതുവെ ഇബാദത്തുകളിൽ എണ്ണപ്പെടാത്ത, എന്നാൽ ആദത്തൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായാലും ശരി, അതിൽ നമ്മൾ ഖൈർ ഉദ്ദേശിക്കുക. ഏതുപോലെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, അതിലയാൾ ഖൈർ ഉദ്ദേശിക്കുക, ആരോഗ്യമുണ്ടാകാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ, അങ്ങനെയുള്ള നിയത്തുകൾ കരുതുക. യാ ദൽ ജലാലി വൽ ഇക്റാം എന്നതിനെ, ദുൽ ജലാലി വൽ ഇക്റാം, അവൻ ജലാലും ഇക്റാമും ഉള്ളവനാണ് എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഹുവ അഹ്ലു അൻ യുജല്ല ഫലാ യുഅസാ വഅൻ യുതാഅ ഫലാ യുഖാലഫ്. അവൻ അങ്ങേയറ്റം മഹത്വം കൽപ്പിക്കേണ്ടവനാണ്. അവൻ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ലാത്തവനാണ്. അനുസരിക്കപ്പെടേണ്ടവനാണ്. അവനോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ലാത്തതാണ്. അല്ലാഹു പറയുന്നു, യസ്അലുഹു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും അഥവാ ജിന്നുകളുടെയും മനുഷ്യരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ, നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത്? അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഖിയാമത്ത് നാൾ ഉണ്ടെന്നും അതിൽ അവിടെ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്നും റബ്ബ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ജിന്നുകൾക്ക് ഓതി കൊടുത്തപ്പോൾ അവർ
നല്ല മറുപടി പറയുകയുണ്ടായി, ഇല്ല റബ്ബേ, നിന്റെ നിഅമത്തുകളിൽ ഒന്നിനു പോലും ഞങ്ങൾ നിഷേധിക്കുകയില്ല എന്നവർ മറുപടി പറഞ്ഞു. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യസ്അലുഹു, അവനോട് ചോദിക്കുന്നു, മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവരെല്ലാം, വൽ അർദി, ഭൂമിയിലുള്ളവരും. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരോ അവർ അവനോട് ചോദിക്കുന്നു, അല്ലാഹുവിനോട് ചോദിക്കുന്നു. കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ഹുവ ഫീ ശഅനിൻ, അവൻ അവന്റെ ശഅനിലാണ്. ഒരാളുടെ ശഅൻ എന്നാൽ അയാളുടെ ജോലി എന്നാണ് അർത്ഥം, അയാളുടെ പ്രവർത്തനം എന്നാണ് അർത്ഥം. അല്ലാഹു ഓരോ ദിവസവും അവന്റെ കർത്തവ്യ നിർവഹണത്തിലാണ്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവനെ ഒന്നും ശുഗലാക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഒരു ജോലിയാണ് ചെയ്യാൻ കഴിയുക, അതിനിടയിൽ വേറൊന്നും ചെയ്യാൻ കഴിയില്ല, അതിൽ നമ്മൾ ശുഗലാകും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ യശ്ഗലുഹു ശൈ, അവനെ ഒന്നും ശുഗലാക്കി കളയുകയില്ല. നോക്കൂ, എത്ര എത്ര പേരാണ് അവനോട് ദുആ ചെയ്യുന്നത്. എന്നാൽ ഒരാളുടെ ദുആ കേൾക്കുന്നത് വേറൊരാളുടെ ദുആ കേൾക്കുന്നതിന് അവന് തടസ്സമാകുന്നില്ല. എത്ര പേരാണ് അവനോട് ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, എത്ര പേരാണ് പതുക്കെ അവനെ വിളിച്ചു തേടുന്നത്. ഉച്ചത്തിൽ ഉള്ള ശബ്ദങ്ങൾ പതുക്കെ ഉള്ള ശബ്ദത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിക്കുന്നില്ല. അവനെല്ലാം ഒരുപോലെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറ്റൊന്നിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നില്ല. എന്താണ്? അവന്റെ ശഅനിലാണ്. എല്ലാ ദിവസവും അവനവന്റെ കാര്യത്തിനാണ്. അള്ളാഹുവിന്റെ കാര്യം എന്താണ്? അവന്റെ ശഅൻ എന്നാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ആയത്ത് പറഞ്ഞു വിശദീകരിച്ചത് കാണാം. ഇമാം ഇബ്നു ബാജ റിവായത്ത് ചെയ്ത ഹദീസിൽ عن أبي الدرداء عن النبي صلى الله عليه وسلم قال قال الله عز وجل كل يوم هو في شأن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറഞ്ഞു, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ നാളിലും അവൻ അവന്റെ കാര്യത്തിനാണ്. ഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മിൻ ശഅനിഹി, അല്ലാഹുവിന്റെ ശഅൻ എന്നാൽ അവന്റെ കാര്യം എന്നാൽ എന്താണ്? അൻ യഗ്ഫിറ ദംബ വയുഫർരിജ കർബ വയർഫഉ ഖൗമ വയദഉ ആഖരീൻ. അവൻ പാപിക്ക് അവന്റെ പാപം പുറത്തു കൊടുക്കുന്നു, ഒരുപാട് പാപികൾക്ക്. വയുഫർരിജു കർബ, പ്രയാസങ്ങൾ നേരിടുന്നവരുടെ പ്രയാസം അവൻ നീക്കി കൊടുക്കുന്നു. വയർഫഉ ഖൗമ, ഒരു കൂട്ടർ അവൻ ഉയർത്തുന്നു. വയദഉ ആഖരീൻ, മറ്റൊരു കൂട്ടർ അവൻ താഴ്ത്തുന്നു. അള്ളാഹുവിന്റെ കാര്യം ഇങ്ങനെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവന്റെ ശഅൻ എന്നാൽ യുജീബ ദാഇയ ഔ യുഅതിയ സായില ഔ യഫുക്ക ആനിയ ഔ യശ്ഫിയ സഖീമ. ചോദിക്കുന്നവൻ അവൻ നൽകുന്നു, പ്രാർത്ഥിക്കുന്നവൻ ഉത്തരം നൽകുന്നു, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം നീക്കുന്നു, രോഗിക്കവൻ ശിഫ നൽകുന്നു, ചിലരെ ജീവിപ്പിക്കുന്നു, ചിലരെ മരിപ്പിക്കുന്നു, ചെറിയ ആളുകളെ, കുട്ടികളെ അവൻ വളർത്തിക്കൊണ്ടുവരുന്നു, കൽത്തുറുങ്കുകളിൽ അടക്കപ്പെട്ടവരെ അവൻ മോചിപ്പിക്കുന്നു. എല്ലാ ആളുകളുടെയും ആവശ്യം അവനിലേക്കാണ്. അവനോടാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ ആവലാതിയും അവർ പറയുന്നത് അള്ളാഹുവിനോടാണ് സുബ്ഹാനഹു വ തആല. അവന്റെ പ്രവർത്തനങ്ങൾ എന്നാൽ ഒരുപാടുണ്ട്. ഈ ഭൂമിയിലൊന്നും നടക്കുന്നില്ല അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടല്ലാതെ. ഇതാണ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. രണ്ട് സമൂഹങ്ങളെ, ജിന്നുകളെ, ഇൻസുകളെ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹു പറയുന്നു, സനഫ്റുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുന്നതാണ്. അയ്യുഹസ് സഖലാൻ, ഓ രണ്ട് ഭാരിച്ച സമൂഹങ്ങളെ, ജിന്നുകളെ, ഇൻസുകളെ. ഒഴിഞ്ഞിരിക്കുക എന്നത്, ഈ ഫറഗ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം അങ്ങനെയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഒന്നും ഒരു ജോലിയിൽ വ്യാപൃതനാക്കുന്നില്ല. അള്ളാഹുവിന് ഒന്നും ശുഗലാക്കി കളയാൻ
സാധിക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വഈദും മിനല്ലാഹി തആല ലിൽ ഇബാദ്, അടിമകളോടുള്ള അല്ലാഹുവിന്റെ താക്കീതാണ്. വലൈസ ബില്ലാഹി ശുഗ്ലുൻ, അല്ലാഹുവിന് എന്തില്ല? ശുഗ്ലില്ല. അവനെ ഒന്നും ശുഗ്ലാക്കി കളയാൻ സാധിക്കുകയില്ല. മറിച്ച് ഇത് അറബിയിലെ ഒരു പ്രയോഗമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ സഹീഹിൽ പറഞ്ഞത് കാണാം, സനുഹാസിബുക്കും, ഇതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ വിചാരണ ചെയ്യുമെന്നാണ്. നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും, അതിനെനിക്കൊന്നും തടസ്സമല്ല. അല്ലാതെ അള്ളാഹുവിന് ഒരു ജോലി നിർത്തിവെച്ച് ഒഴിഞ്ഞിരിക്കുക എന്നത് റബ്ബിന് ആവശ്യമില്ല. റബ്ബിന് അത് ആവശ്യമില്ല. അവനെ ഒന്നും ശുഗലാക്കി കളയുകയില്ല. സനുഹാസിബുക്കും, നിങ്ങളെ നാം വിചാരണ ചെയ്യും. ലാ യുശ്ഗിലുഹു ശൈഉൻ അൻ ശൈ, ഇമാം ബുഖാരി പറയുന്നു, ഒരു കാര്യം അവനെ മറ്റൊന്നിൽ നിന്ന് ശുഗലാക്കി കളയുകയില്ല. വഹുവ മഅറൂഫുൻ ബി കലാമിൽ അറബ്, അറബികളുടെ ഭാഷയിൽ ഇത് വളരെ മഅറൂഫായ അറിയപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രയോഗം അവരിങ്ങനെ പറയാറുണ്ട്, ലാ തഫറഗന്ന ലക വമാ ബിഹി ശുഗ്ൽ, ഒരു ജോലി ഇല്ലെങ്കിലും പറയും നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും എന്നവർ പറയും. വേറെ ജോലിയൊന്നും ഇല്ലെങ്കിലും ശരി, അത് ഒരു പ്രയോഗമാണ്. സനഫ്റുഗു ലക്കും അയ്യുഹൽ തഖലാൻ, അല്ലാഹു ഒരാളെയും വിടാതെ വിചാരണ ചെയ്യും. എത്ര എത്ര മനുഷ്യരുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യൻ വരെ എത്ര എത്ര ജിന്നുകളുണ്ട്. ഒരുപാട് പേർ. ഒരാളെയും വിട്ടുപോകാതെ അള്ളാഹു വിചാരണ ചെയ്യും. അവന്റെ ഹിസാബിന് അവൻ ഉദ്ദേശിച്ച വിചാരണ ചെയ്യാൻ ഉദ്ദേശിച്ചവർക്കാർക്കും അവന്റെ വിചാരണയിൽ നിന്ന് ചാടിക്കടക്കാൻ സാധ്യമല്ല. അവൻ ഉദ്ദേശിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. നരകത്തിലേക്ക് അള്ളാഹു ഒരുപാട് കൂട്ടരെ നരകത്തിലേക്ക് തീരുമാനിച്ചാൽ അവരവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ആർക്കെങ്കിലും കൂട്ടത്തിൽ രക്ഷപ്പെട്ട് ഓടാൻ സാധിക്കുമോ? ദുനിയാവിൽ അങ്ങനെ സാധിച്ചേക്കും. ദുനിയാവിൽ ഒരുപാട് ആളുകളെ ചിലപ്പോൾ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ, ശിക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ കുറച്ചാളുകൾ അക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കും. എത്രയോ അനുഭവങ്ങൾ അങ്ങനെ ദുനിയാവിൽ പറയപ്പെടാറുണ്ട്. ആ ദുരന്ത മുഖത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു വന്ന ആളാണ്. അയാൾ വിവരിക്കും എന്താണ് അവിടെ നടന്ന സംഭവം. അതുപോലെ ചില ക്രൂരന്മാരായ പണ്ട് കാലത്ത് ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയ ആളുകളുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ചിലരുണ്ട്. മറ്റു ഇടങ്ങളിൽ അഭയം തേടിയ ആളുകൾ. ആർക്കാണ് അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരെയും അള്ളാഹു പറഞ്ഞു, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, അവരെല്ലാവരും നമ്മുടെ അരികിലേക്ക് ഒറ്റക്കൊറ്റക്കായി വരുന്നതാണ്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, നാം അവരെ കൃത്യമായി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. വഅദ്ദഹും അദ്ദ, അള്ളാഹു അവരെ കൃത്യമായി എണ്ണിയിരിക്കുന്നു. ഓരോരുത്തരുടെയും എണ്ണം അള്ളാഹുവിന്റെ കയ്യിലും. അള്ളാഹുവിന്റെ എണ്ണത്തിൽ പെടാതെ ഒരാളുമില്ല. റബ്ബ് നമ്മയൊക്കെ എണ്ണിയിട്ടുണ്ട്. അവന്റെ രേഖയിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഒരാളെയും അള്ളാഹു അബദായി വെറുതെ പടച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് എല്ലാവരും. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളെല്ലാവരും റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും റബ്ബിന്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. എല്ലാവരോടും റബ്ബ് സംസാരിക്കുക തന്നെ ചെയ്യും. ലൈസ ബൈനഹു ബൈനല്ലാഹി തുർജുമാൻ, അള്ളാഹുവിനും അവനും ഇടയിൽ ഒരു ദ്വിഭാഷി വേണ്ട, പരിഭാഷപ്പെടുത്തുന്ന ഒരാളുണ്ടാവുകയില്ല. അള്ളാഹു ഓരോരുത്തരെയും അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് അള്ളാഹു പറയുന്നത് ഈ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിന്നുകളുടെയും ഇൻസുകളുടെയും കൂട്ടരെ, മനുഷ്യരെ ജിന്നുകളെ. യാ മഅ്ശറൻ നാസ് എന്ന് വിളിച്ചാൽ ഓ മനുഷ്യരെ എന്നാണ്. യാ മഅ്ശറ ശബാബ്, യുവാക്കളെ എന്ന് വിളിച്ചതുപോലെ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിന്നുകളെ ഇൻസുകളെ മനുഷ്യരെ, ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തംബുദു വിട്ടുകടക്കാൻ, കടന്നുകളയാൻ, മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്,
അഖ്താർ എന്നാൽ ഖുതുർ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഖുതുർ എന്നാൽ ഒരു നാട്ടിന്റെ നാഹിയ, അതിന്റെ അറ്റം, അതിന്റെ വശങ്ങൾ, അതിനാണ് ഖുതുർ എന്ന് പറയുക. മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിർവരമ്പിലൂടെ അത് വിട്ടുകടന്ന് റബ്ബിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദൂ, പൊയ്ക്കോളൂ. ലാ തംഫുദൂന, നിങ്ങൾക്കങ്ങനെ കടന്നുകളയാൻ സാധ്യമല്ല. ഇല്ലാ ബിസുൽത്താൻ, ഒരു സുൽത്താനോടെയുള്ള അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചല്ലാതെ, അവന്റെ കൽപ്പന ഉണ്ടെങ്കിലല്ലാതെ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, എത്ര ശക്തമായ താക്കീതാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് ഖിയാമത്ത് നാളിൽ പറയപ്പെടുന്നതാണ് എന്നാണ്. ഈ ലോകത്തും അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് നമ്മളെവിടെ പോകാം, അള്ളാഹു പടച്ച പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെവിടെ പോകാൻ സാധ്യമല്ല. പക്ഷെ ഈ വർത്തമാനം അത് ഖിയാമത്ത് നാളിലാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിരിക്കുന്നു. ഇബ്നു കസീർ പറയുന്നു, ഐലാ തസ്തതിഊന ഹറബൻ മിൻ അംരില്ലാഹ് വഖദരിഹി ബൽ ഹുവ മുഹീതുൻ ബിക്കും. അള്ളാഹുവിൽ നിന്ന്, അവന്റെ കൽപ്പനയിൽ നിന്ന്, അവന്റെ വിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ബൽ ഹുവ മുഹീതുൻ ബിക്കും, അവൻ മുഹീതാണ്, നിങ്ങളെ ഇഹാത്തത്ത് ചെയ്തവനാണ്. ഇഹാത്തത്ത് എന്നാൽ വലയം ചെയ്യുക എന്നൊക്കെ മലയാളത്തിൽ അതിന് അർത്ഥം പറയാറുണ്ട്. ഏകദേശ അർത്ഥമാണത്. മുഹീത്ത് ആണ് റബ്ബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരൽപ്പം തരിമണികൾ കയ്യിൽ, തന്റെ കൈവെള്ളയിൽ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുഹീത്താണ്. വഹാദാ ഫീ മഖാമിൽ ഹശർ. ഇബ്നു കസീർ പറയുന്നു, ഇത് മഹ്ശറിൽ വെച്ചുള്ള വർത്തമാനമാണ്. അൽ മലായികത്തു മുഹ്ദിഖത്തുൻ ബിൽ ഖലായിഖ്, ഖിയാമത്ത് നാളിൽ മലക്കുകൾ പടപ്പുകളെല്ലാം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. സബഅ സുഫൂഫിൻ മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തും 7 സഫുകളായി മലക്കുകൾ ഉണ്ടാവും, അല്ലാഹുവിന്റെ സൈന്യം. ഫലാ യഖ്ദിറു അഹദുൻ അല അദ്ദഹാബ്, ഒരാൾക്കും പോകാൻ സാധ്യമല്ല. ഇല്ലാ ബിസുൽത്താൻ, ഒരു സുൽത്താനോടെയല്ല. ഐ ഇല്ലാ ബി അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയോടെയല്ല. ഇതാണ് സൂറത്തു അൽ ഖിയാമയിൽ അള്ളാഹു പറഞ്ഞത്, വയഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. മനുഷ്യൻ എന്ന് പറയും, ഓടി രക്ഷപ്പെട്ട് എവിടെ പോകും, എവിടെ ഉണ്ട് രക്ഷപ്പെട്ട് ഓടാനൊരു സ്ഥലം? കല്ലാ ലാ വസർ, ഇല്ല, ഒരു രക്ഷയുമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, നിന്റെ റബ്ബിന്റെ അരികിലാണ് അന്നത്തെ മുസ്തഖർ. അതാണ് എല്ലാവരുടെയും അന്തിമ സ്ഥലം, അവിടെയാണ്, റബ്ബിലേക്കാണ് തിരിച്ചുപോക്ക്. സുമ്മ റുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ. അല്ലാഹു പറഞ്ഞു, സുമ്മ റുദ്ദൂ, പിന്നെ അവരെല്ലാവരും തിരിച്ചുപോകും, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, മൗലാഹുമുൽ ഹഖ്, അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അല്ലാഹുവിലേക്ക്. അലാ ലഹുൽ ഹുക്മു, അവനല്ലയോ എല്ലാ വിധിക്കാനുള്ള അവകാശവും, അവന്റെതല്ലയോ എല്ലാ വിധിയും. വഹുവ അസ്റഉൽ ഹാസിബീൻ, അവൻ വേഗത്തിൽ കണക്ക് നോക്കുന്നവനല്ലയോ. അപ്പൊ റബ്ബിലേക്കാണ് എല്ലാവരുടെയും തിരിച്ചുപോക്ക്. നിങ്ങൾക്ക് ആകാശങ്ങളുടെയോ ഭൂമിയുടെയോ അതിർവരമ്പുകൾ കടന്ന് പുറത്തു പോകാൻ സാധിക്കുമെങ്കിൽ പൊയ്ക്കോളൂ, പോകാൻ സാധ്യമല്ല. യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തൻതസിറാൻ. യുർസലു അലൈകുമാ, നോക്കൂ, തൊട്ടുമുമ്പുള്ള ആയത്തിൽ ഇനിസ്തതഅതും എന്ന് പറഞ്ഞു, നിങ്ങൾ. ഇനിസ്തതഅതും എന്ന് പറഞ്ഞാൽ അത് 2 പേരോട് മാത്രമുള്ള അഭിസംബോധനയല്ല. 2 പേരോട് അങ്ങനെ പറയാം, കുറെ പേരോട് പറയാം. തൊട്ടടുത്ത ആയത്തിൽ 2 കൂട്ടരോട്. ഇവിടെ 2 കൂട്ടരാണല്ലോ, ജിന്നുകളും ഇൻസുകളും. കാരണം അവരെ വിളിച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത്. യാ മാശറ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ ഇൻസുകളെ, ജിന്നുകളെ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇനിസ്തതഅതുമ, നിങ്ങൾക്ക് 2 പേർക്കും സാധിക്കുമെങ്കിൽ എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് എന്ന് പ്രയോഗിച്ചു. എല്ലാവരും അതിൽ ഉൾപ്പെട്ടു. എന്നാലോ അങ്ങനെ നിങ്ങൾ ഓടിപ്പോകാൻ ശ്രമിച്ചാൽ സാധിക്കുമോ? ഇല്ല. യുർസലു അലൈകുമ, നിങ്ങൾ 2 കൂട്ടർക്ക് നേരെയും അയക്കപ്പെടും.
അവിടെ പ്രത്യേകം രണ്ടു കൂട്ടരെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹുവിന്റെ മഹത്തായ ശൈലി, ഖുർആനിന്റെ മഹത്തായ ശൈലിയാണിത്, അള്ളാഹുവിന്റെ മഹത്തായ പ്രയോഗമാണിത്. കാരണം താക്കീത് ചെയ്യുമ്പോൾ പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നാൽ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരാൾക്കും സാധിക്കുകയില്ല, എല്ലാവരെയും ഉൾപ്പെടുത്തി പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് നേരെ അയക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടർക്കും നേരെ എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം അതാണ് അബുല, അതാണ് കൂടുതൽ കൂടുതൽ ഹൃദയത്തിൽ തട്ടുന്ന കൂടുതൽ ശക്തമായ പ്രയോഗം. അതാണ് യുർസലു അലൈക്കുമ, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് നേരെയും അയക്കപ്പെടും. ശുവാദും മിൻ നാർ, തീയിന്റെ ജ്വാലകൾ. ഷുവാദ് എന്നാൽ ലഹബ്, അതിന്റെ തീജ്വാല, അതിന്റെ തീപ്പൊരി. സലഫുകൾ വിശദീകരിച്ചത് കാണാം, നരകത്തിന്റെ മുകൾ ഭാഗമാണത്. അത് നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും. വനുഹാസ്, നുഹാസ് എന്നാൽ ഇവിടെ അർത്ഥം അത് ദുഹാൻ, അതിന്റെ പുകയാണ് എന്നാണ് മുഫസ്സറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. സാധാരണ ചെമ്പിന് നുഹാസ് എന്ന് പറയും. ചെമ്പിന് ചെമ്പ്, ഇരുമ്പ് ചെമ്പ് എന്ന് പറഞ്ഞ ചെമ്പുണ്ടല്ലോ, അതിന് നുഹാസ് എന്ന് പറയും. ഇവിടെ അർത്ഥം ദുഹാൻ എന്ന് മുഫസ്സറുകൾ വിശദീകരിച്ചിരിക്കുന്നു. നരകത്തിന്റെ തീയും അതിന്റെ പുകയും നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും. ഫലാ തൻതസിറാൻ, നിങ്ങൾ രണ്ടു കൂട്ടർക്കും വിജയിക്കാൻ, രക്ഷപ്പെടാൻ സാധ്യമല്ല, രക്ഷ കണ്ടെത്താൻ സാധ്യമല്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിഷേധിക്കുന്നത്? ഇതെല്ലാം അള്ളാഹുവിന്റെ താക്കീതുകളാണ്. ഇതെല്ലാം അവൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും മലായികത്തുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകൾ, ജബാനിയത്ത് എന്ന മലക്കുകൾ, അവന്റെ ശിക്ഷയുടെ മലക്കുകളാണ് അവർ. ഏതുപോലെ അബൂജഹലിനെ അള്ളാഹു താക്കീത് ചെയ്തതുപോലെ, അവനവന്റെ കൂട്ടുകാരെ വിളിക്കട്ടെ. നാദി എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഒത്തുകൂടുന്ന അവന്റെ കൂട്ടുകാരെന്നാണ്. ആധുനിക കാലത്ത് ക്ലബ്ബുകൾക്കാണ് ആ വാക്ക് ഉപയോഗിക്കുക, നാദി. കാരണം എന്താ, അവിടെ ഇങ്ങനത്തെ കമ്പനി കൂടുന്ന സ്ഥലമാണല്ലോ. അവൻ അവന്റെ കൂട്ടരെ വിളിക്കട്ടെ. നാം ജബാനിയത്തിന് വിളിച്ചുകൊള്ളാം. ആരാണ് ജബാനിയ? അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകളാണ്. അവർ ചുറ്റും നിൽക്കും. ഖിയാമത്തിൽ മഹ്ശറിൽ നരകം കൊണ്ടുവരപ്പെടും. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ അത്തദ്കിറ എന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്, നരകം കൊണ്ടുവരപ്പെട്ടാൽ പിന്നെ മഹ്ശറിന് ചുറ്റും നരകമായിരിക്കുമെന്നാണ്. അല്ലാഹു അഅലം. മഹ്ശറിന് ചുറ്റും പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? നരകം. അതിനു മുകളിലൂടെ സിറാത്ത് അത് സ്ഥാപിക്കപ്പെടും. അതിനപ്പുറത്താണ് സ്വർഗം. ഇത് കടന്നിട്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ആ നരകം അന്ന് കൊണ്ടുവരപ്പെട്ടാലാണ് സൂറത്തുൽ ജാസിയയിൽ അല്ലാഹു പറഞ്ഞു, എല്ലാ ആളുകളും സ്വന്തം കാൽമുട്ടുകളിൽ വീണതായി നിനക്ക് കാണാം, സകല ഉമ്മത്തും. അതെപ്പോഴാണ്? നാം ഖുർത്തുബി പറഞ്ഞ നരകം കൊണ്ടുവരപ്പെട്ടാലാണ്. ആ സമയത്ത് എല്ലാവരും അവരുടെ മുട്ടുകാലുകളിൽ മേൽ വീണുപോകും, ഭയാനകത കൊണ്ട്. അള്ളാഹുവിന്റെ നബിമാർ പോലും പറയും, നഫ്സി നഫ്സി, എന്റെ കാര്യം എന്നവർ ആശങ്കപ്പെടും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ അവിടുന്ന് മാത്രം പറയും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു പറയുന്നു, ഫഇദാ ഇൻശഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ. ഫഇദാ ഇൻശഖത്തിസ് സമാ, ഫഇദാ ഇൻശഖത്ത്, ഇൻശഖത്ത് എന്നാൽ പൊട്ടിപ്പിളർന്നാൽ, പൊട്ടിപ്പിളരുക. ഫഇദാ ഇൻശഖത്ത്, അപ്പോൾ പൊട്ടിപ്പിളർന്നാൽ, അസ്സമാഉ ആകാശം, ആകാശം പൊട്ടിപ്പിളർന്നാൽ, ഫകാനത് എന്നിട്ടത് ആയിത്തീർന്നാൽ, വർദതൻ, വർദത്ത് എന്നാൽ ഒരു നിറമാണ്, നമുക്കറിയാം. വർദ എന്ന് പറഞ്ഞാൽ റോസിന് വർദ എന്ന് പറയും. ആ നിറമായി തീരും. അതുപോലെ മുഫസ്സിറുകൾ പറഞ്ഞു, അതിനോട് അടുത്ത നിറമാണല്ലോ അൽ അഹ്മർ, ചുവപ്പ് നിറം, അതായിത്തീരും. മുഫസ്സിറുകൾ പലരും ഇവിടെ വിശദീകരിച്ചത് കാണാം. കാരണം അറബികൾക്ക് പരിചയമുള്ളതാണ് ഈ നിറത്തിലുള്ള കുതിര.
മുഫസ്സിറുകൾ വിശദീകരിച്ചു, കൽ ഫറസിൽ വർദ്, ഈ നിറത്തിലുള്ള കുതിര പോലെ. അവർക്ക് പരിചയമുള്ളൊരു നിറമുണ്ട് കുതിരകളിൽ, അതിന്റെ നിറം പോലെ ആകാശത്തിന്റെ നിറമാകും. വർദിന്റെ നിറമുള്ള, റോസ് അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള. ദിഹാൻ എന്നാൽ അത് എണ്ണയാണ്, എണ്ണ പോലെ. അഥവാ ഇമാം തബ്രി, അബു ജഅഫർ ഇബ്നു ജരീർ തബ്രി അദ്ദേഹം പറഞ്ഞത് കാണാം, മുൻഗാമികൾ പറഞ്ഞു തിളങ്ങുന്ന എണ്ണ പോലെ, എണ്ണ പോലെ അത് തിളങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ചുവപ്പിനോട് സാദൃശ്യമുള്ള ഈ നിറമായിരിക്കും ആകാശം, അത് പൊട്ടിപ്പിളരും. ഇതെല്ലാം ഖിയാമത്തിന്റെ ഭയാനകത സൂചിപ്പിക്കുന്ന കാര്യമാണ്. فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിഷേധിക്കുന്നത്? ആകാശം എന്നത് നാം ഇന്ന് കാണുന്ന നിറമായിരിക്കുകയില്ല അന്ന്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹു പറഞ്ഞു, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്, ഭൂമിയല്ലാതായിത്തീരും. വസ്സമാവാത്ത്, ആകാശങ്ങളും അങ്ങനെ തന്നെ. വബറസൂ, അവരെല്ലാവരും വെളിവായി വരും എന്ന് പറഞ്ഞാൽ ഒരാളും മറഞ്ഞിരിക്കാൻ ഒരു സ്ഥലമില്ല, ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലമില്ല. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായ, ഏകനും എല്ലാത്തിന്റെയും അധിപതിയുമായ അല്ലാഹുവിന്റെ മുന്നിൽ വെളിവായി എല്ലാവരും മറഞ്ഞിരിക്കാതെ വരും. ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇദ സമാഉ ഫതറത്, ആകാശം പൊട്ടിപ്പിളർന്നാൽ. ഇദ ശംസു കുവിറത് വഇദ നുജൂമു കദറത് എന്നിങ്ങനെയുള്ള സൂറത്തുകളിൽ, അതുപോലെ ഇദ സമാഉ ഫതറത് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ, ഒരുപാട് സൂറത്തുകളിൽ അല്ലാഹു ആകാശം പൊട്ടിപ്പിളരും എന്ന് പറഞ്ഞത് കാണാം. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, ആകാശം പൊട്ടിപ്പിളരും, അതിന്റെ നിറം മാറും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫയൗമഇദിൻ അന്നത്തെ ദിവസം ലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല, അൻ ദംബിഹി, തന്റെ പാപത്തെക്കുറിച്ച്, ഇൻസുൻ വലാ ജാൻ, മനുഷ്യരോ ജിന്നുകളോ ചോദിക്കപ്പെടുകയില്ല. ഫയൗമഇദിൻ അന്നത്തെ ദിവസം ലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല, അൻ ദംബിഹി, തന്റെ പാപത്തെക്കുറിച്ച്, ഇൻസുൻ, മനുഷ്യരോ, വലാ ജാൻ, ജിന്നുകളോ ചോദിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെ സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, എല്ലാവരോടും നാം ചോദിക്കുന്നതാണ്, അവരോടെല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച്. അപ്പോൾ അമലിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും എന്ന് അള്ളാഹു വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞത് കാണാം. പിന്നെന്താണ് ഇവിടെ മനുഷ്യരും ജിന്നുകളും ചോദിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതിനർത്ഥം? പല തഫ്സീറുകൾ, അതിന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. വല്ലാഹു അലം. കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാകുന്നത് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ലാ തസ്അലുൽ മലായിക, മലക്കുകൾ അവരോട് ചോദിക്കുകയില്ല. കാരണം അത് തൊട്ടുശേഷം വരുന്ന ആയത്തിനോട് കൂടുതൽ യോജിച്ചതാണ്. കാരണം എന്താ? യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, കുറ്റവാളികൾ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടും. ശിക്ഷിക്കാൻ അല്ലാഹു കൽപ്പിച്ചാൽ മലായികത്ത് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടില്ല, ചോദിക്കേണ്ടതില്ല. കുറ്റവാളികൾ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടും. ഫയുഖദു, പിന്നെ പിടിക്കപ്പെടും. ബിന്നവാസി വൽ അഖ്ദാം, അവരുടെ മൂർധാവിലും, തലയുടെ മുൻഭാഗമാണ് നാസിയ, അതിന്റെ ബഹുവചനമാണ് നവാസി, അവിടെയും വൽ അഖ്ദാം, കാലുകളിലും. ഇത് രണ്ടും കൂട്ടി ചുരുട്ടി അവർ പിടിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞു. ഇതാരാണ് പിടിക്കുക? മലായികത്താണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ശിക്ഷ നടപ്പാക്കുക. ഇമാം മുജാഹിദ് ഇബ്നു ജബർ എന്ന താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ തസ്അലുൽ മലായിക, മലക്കുകൾ ചോദിക്കുകയില്ല, അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച് ചോദിക്കുകയില്ല. ബൽ യഅരിഫൂന ബിസീമാഹും, മറിച്ച് അവരുടെ അടയാളം കൊണ്ട് തന്നെ അവരെ മലായികത്ത് തിരിച്ചറിയും. എന്താണ് അവരുടെ അടയാളം? ഇമാം ഹസനുൽ ബസ്രി, ഇമാം ഖതാദ, ഇബ്ൻ ദിആമ
എന്നീ താബിഈകൾ പറഞ്ഞത് കാണാം. യഅരിഫൂന ബിസ്വിദാദിൽ വുജൂഹ് വസുർഖത്തിൽ ഉയൂൻ, അവരുടെ കറുത്ത നിറം കൊണ്ട്. കാരണം അല്ലാഹു കുറ്റവാളികളുടെ മുഖം അന്ന് കറുപ്പിച്ചു കളയും, മുഅ്മിനുകളുടെ മുഖം അല്ലാഹു അന്ന് വെളുപ്പിച്ചു കളയും. അവർക്ക് വെളുപ്പും പ്രസന്നതയും അല്ലാഹു ഖിയാമത്ത് നാളിൽ നൽകും. അവരുടെ കറുത്ത മുഖങ്ങളും വസുർഖത്തിൽ ഉയൂൻ, നീല കണ്ണുകളും കൊണ്ട് തിരിച്ചറിയപ്പെടും. അവർ നീല നിറത്തിലാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വേറെയും ആയത്തുകളിൽ കാണാം. സൂറത്ത് താഹയിൽ ആയത്തിൽ കാണാം. ഇങ്ങനെ ഭീകരമായ രൂപം അവർക്കുണ്ടാകും. ഇത് മലായിക്കത്ത് അവരെ തിരിച്ചറിയും. ഇബ്നു കസീർ പറഞ്ഞു, വഹാജ, ഇതേതുപോലെയാണ് കമാ യുഅറഫുൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ തിരിച്ചറിയപ്പെടും ബിൽ ഖുർറത്തി വത്തഹ്ജീൽ മിൻ ആഥാരിൽ വുദൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒരു പ്രത്യേകത അധികമായുണ്ട്. എന്താണത്? വുദൂഇന്റെ കാരണം. വുദൂ കാരണത്താൽ മുഖത്തും കൈകളിലുമെല്ലാം പ്രത്യേകം അടയാളം അവർക്കുണ്ടാവും. പ്രത്യേകം തിളക്കം, പ്രകാശം അള്ളാഹു അവർക്ക് നൽകും. മുഅ്മിനുകൾ തിരിച്ചറിയപ്പെടും. അതുപോലെയാണിത്. അന്ന് വ്യക്തമായി തിരിച്ചറിയും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ മാറി നിൽക്കുക എന്ന് പറയും. നോക്കൂ, കാരണം അവിടെ ഒന്നും മറക്കാൻ സാധിക്കില്ല. വഹുസ്സില മാ ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഉള്ളത് പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ എവിടെ നമുക്ക് മറച്ചു വെക്കാം? അവിടെ മറച്ചു വെക്കാൻ കഴിയില്ല. എല്ലാം പരസ്യമായി, മറയില്ലാതായി. നിന്റെ മറ നാം നീക്കി. ഫബസറുക യൗമ ഹദീദ്, നിന്റെ കാഴ്ച ഇന്ന് നല്ല മൂർച്ചയുള്ള കാഴ്ചയാണ്. മലക്കുകളെ കാണും, പിശാചുക്കളെ കാണും, എല്ലാം നേരിട്ട് കാണുകയായി. നേരത്തെ വിശ്വസിക്കാൻ പറഞ്ഞതൊക്കെ കൺമുന്നിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ നാളിൽ കുറ്റവാളികൾ തിരിച്ചറിയപ്പെടും. ഇബ്നു കസീർ പറഞ്ഞു, വകഅന്ന ഹാദാ ബഅദമാ യുഅ്മറു ബിഹിം ഇലൻ നാർ. അപ്പൊ ഇത് ഈ സന്ദർഭം, അഥവാ ശ്രദ്ധിക്കുക, ഇൻസോ ജിന്നോ അവരുടെ തെറ്റുകളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ബഅദമാ യുഅ്മറു ബിഹിം ഇലൻ നാർ, നരകത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെട്ടതിനു ശേഷം. അതിനു മുമ്പാണ് എന്ത്? അള്ളാഹുവിന്റെ ചോദ്യവും വിചാരണയും. ഫദാലിക്കൽ വഖ്ത്, ആ സമയം ലാ യുസ്അലൂന അൻ ദുനൂബിഹിം, പിന്നെ അവരോട് അവരുടെ പാപങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ബൽ യുഖാദൂന ഇലൈഹാ, മറിച്ച് അവരെ തെളിച്ച് തെളിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. വയുൽഖൗന ഫീഹാ, അവരവിടെ എറിയപ്പെടുകയാണ് ചെയ്യുക. നഊദു ബില്ലാഹി മിനൻ നാർ. അള്ളാഹു പറയുന്നു അവരെ നരകത്തിൽ എറിയപ്പെടുന്ന ഭീകരമായ രംഗത്തെക്കുറിച്ച്. ഫയൂഖദു, അവർ പിടിക്കപ്പെടും. ബിന്നവാസി വൽ അഖ്ദാം, നാസിയത്തുകളിലും ഖദമുകളിലും. നാസിയത്തിന്റെ ജമ്മാണ്, ബഹുവചനമാണ് നവാസി. നാസിയത്ത് എന്നാൽ മനുഷ്യന്റെ തലയുടെ മുൻഭാഗത്തിനാണ് എന്ത് പറയാ? നാസിയ. ഖദം അതിന്റെ ബഹുവചനമാണ് അഖ്ദാം, കാൽപാദങ്ങൾ. ഇവിടെ പിടിക്കപ്പെടുമെന്ന്, ഇത് രണ്ടും പിടിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നഊദു ബില്ലാഹ്. ഇമാം ഇബ്നു കസീർ പറയുന്നു, യജ്മഉ സബാനിയതു, സബാനിയത്ത് എന്ന ശിക്ഷയുടെ മലക്കുകൾ കൂട്ടിപ്പിടിക്കും. നാസിയതഹു മഅ ഖദമിഹി, അവന്റെ തലയും അതുപോലെ കാലുകളും പരസ്പരം കൂട്ടിപ്പിടിക്കും, പിടിച്ചു ചുരുട്ടും. വയുൽഖൂനഹു ഫിന്നാരി കദാലിക്, അങ്ങനെയാണ് അവരെ നരകത്തിൽ വലിച്ചെറിയുക. സലഫുകൾ പറഞ്ഞത് കാണാം, യുഖദു ബിനാസിയതിഹി വഖദമൈഹി, അവന്റെ മൂർധാവും കാലുകളും കൂട്ടിപ്പിടിക്കും. ഫയുക്സർ, അപ്പൊ ഇത് രണ്ടും പിടിച്ചു ചുരുട്ടിയാൽ നടുവിൽ നിന്ന് പൊട്ടും. കാരണം ഇത് ചുരുട്ടുക എങ്ങനെയാണ്? ഇമാം ദഹാഖ് മറ്റൊരു സലഫുകളിൽപ്പെട്ട മുഫസ്സിർ പറഞ്ഞത് കാണാം, എങ്ങനെയാണ് ഇത് പിടിക്കുക? യുജ്മഉ ബൈന നാസിയതിഹി വഖദമൈഹി ഫീ സിൽസിലത്തി, ചങ്ങല കൊണ്ട് മൂർധാവും കാലും തമ്മിൽ കൂട്ടിക്കെട്ടും. മിൻ വറാഇ ലഹരി, പിന്നിലൂടെയാണ്, പിന്നിലേക്കാണ് വളക്കുക, പിന്നിലേക്ക് ചുരുട്ടും. അങ്ങനെ ഫയുക്സറു കമാ യുക്സറുൽ ഹതബു ഫി തന്നൂർ, എങ്ങനെയാണ് വിറക് പൊട്ടിച്ച് അടുപ്പിലിടുന്നത് എന്നതുപോലെ നരകത്തിലേക്ക് വിളിച്ചറിയും. നഊദു ബില്ലാഹി മിനൻ നാർ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു ചോദിക്കുന്നു,
ഹേ ജിന്നുകളെ, ഇൻസുകളെ, മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹു എല്ലാം വിവരിച്ചു തന്നിരിക്കുന്നു. അവനിലേക്കുള്ള മാർഗം അവൻ വ്യക്തമാക്കി തന്നിരിക്കുന്നു. രക്ഷപ്പെടേണ്ടവൻ അവന് രക്ഷപ്പെടാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. പഠിക്കേണ്ടവന് പഠിക്കാം. ഈ നരകത്തിൽ പോകണോ അതല്ല സ്വർഗത്തിലേക്ക് പോകണോ, അവന് അവന്റെ അമലുകൾ രണ്ടിനനുസരിച്ച് ഏതാണ് അവൻ ഉദ്ദേശിക്കുന്നത് ആ അമൽ അവന് പ്രവർത്തിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം വ്യക്തമാക്കി തന്നിരിക്കുന്നു. അവന്റെ ശിക്ഷയെക്കുറിച്ച് അവൻ വ്യക്തമായി താക്കീത് തന്നിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ഹാദിഹി ജഹന്നമു അല്ലതി യുകദ്ദിബു ബിഹാ അൽ മുജ്രിമൂൻ. ഹാദിഹി ജഹന്നമു അല്ലതി യുകദ്ദിബു ബിഹാ അൽ മുജ്രിമൂൻ يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان. هذه جهنم. إذا قلنا جهنم آقنا نرقم التي يكذب بها. ഏതിനെയാണോ നിഷേധിച്ചത്? അൽ മുജ്രിമൂൻ, കുറ്റവാളികൾ ഏതിനെയാണോ നിഷേധിച്ചത് ആ ജഹന്നമാണിത്, ആ നരകമാണിത് എന്ന് പറഞ്ഞാൽ ഇബ്ൻ കസീർ പറയുന്നു, ഹാദിഹി النار التي كنتم تكذبون بوجودها. ഏത് നരകമാണോ നിങ്ങൾ ഭൂമിയിൽ വെച്ച് ഇല്ലെന്ന് പറഞ്ഞത് അതാണിത്. ഹാ ഹിയ ഹാദിറത്തുൻ, ഇതാ മുന്നിൽ വന്നിരിക്കുന്നു. തുഷാഹിദൂനഹ അയാനൻ, കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഇന്ന് ഇതിനെ നോക്കിക്കാണുന്നു, സാക്ഷികളായിരിക്കുന്നു. കാരണം നരകത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും അത് കാണും, ഒരാളുമില്ല അതിന്റെ മുകളിലൂടെ കടക്കാത്തതായി ഒരാളുമില്ല. ഫവറബ്ബിക, അല്ലാഹു പറഞ്ഞു, നിങ്ങളെല്ലാവരെയും നാം കൊണ്ടുവരും. ഹൗല ജഹന്നമ ജിസിയ, നരകത്തിന് ചുറ്റും കൊണ്ടുവരും. എന്നിട്ട് ആരാണ് അവിടെ കിടന്ന് എരിയേണ്ടത്? അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വഇം മിൻകും ഇല്ലാ വാരിദുഹ, അതിന്റെ അറ്റത്ത് വരാത്ത ഒരാളും നിങ്ങളിൽ ഉണ്ടാവുകയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അല്ലാഹുവിങ്കൽ വ്യക്തമായ തീരുമാനമാണത്, ഖണ്ഡിതമായ തീരുമാനമാണ്. അതിന്റെ മുകളിലൂടെ കടക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. നരകത്തിൽ തീരെ കടക്കാത്ത മുഅ്മിൻ, സ്വർഗത്തിലെത്തുന്ന മുഅ്മിൻ, അവന് നരകത്തിലെ അനുഭവം എന്താണ്? അവനും കിട്ടുന്ന നരകത്തിലെ അനുഭവം എന്താണ്? അതിന്റെ മുകളിലൂടെയുള്ള ആ കടക്കലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമലിനനുസരിച്ചാണ് അതിന്റെ മുകളിലൂടെ കടക്കുക, ആ സിറാത്തിലൂടെ കടക്കുക. അമലിൽ ചില പ്രശ്നങ്ങളുണ്ടോ, അവന് നരകത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരിക എന്താണ്? അതിന് മുകളിലൂടെ കടന്നു പോകുന്ന നേരം അതിന്റെ വേഗത കുറയും. അതാണ് അവന് നരകത്തിലെ ശിക്ഷ. രക്ഷപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവനും നരകത്തിൽ നിന്ന് കിട്ടിയ ശിക്ഷ എന്താ? ഇതിനു മുകളിലൂടെയുള്ള ഈ സഞ്ചാരമാണ്. നരകം അത് എല്ലാവരും കാണുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതിലൂടെ തന്റെ ഉമ്മത്തുമായി ആദ്യം കടക്കുന്നത് ഞാനാണ്. നബിമാരെല്ലാവരും അന്ന് പറയുക, അവരുടെ എല്ലാം വാക്ക് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്നാണ്. അല്ലാഹുവെ രക്ഷപ്പെടുത്തണമേ എന്ന് നബിമാരന്ന് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. ഇതാർക്ക് വേണ്ടിയുള്ള ദുആ ആണ്? ഇത് മുഅ്മിനുകളിലെ പാപികൾക്ക് വേണ്ടിയുള്ള ദുആ ആണത്. രക്ഷപ്പെടുത്തണേ എന്ന്. വേഗത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളുടെ വേഗതയിൽ കടന്നുപോകുന്നവരുണ്ട്, ഓടിക്കടക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, ഇഴന്നു പോകുന്നവരുണ്ട്. നരകം അതിന്റെ കൊളുത്തുകളുടെ പോറലേറ്റ് രക്ഷപ്പെടുന്നവനുണ്ട്, മറിഞ്ഞ് നരകത്തിലേക്ക് വീഴുന്നവനുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹാദിഹി ജഹന്നമു അല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഇത് അവരോട് പറയുക എങ്ങനെയാണ്? യുഖാലു ദാലിക്, ഇതാ നിങ്ങൾ
കുറ്റവാളികൾ നിഷേധിച്ച നരകം ഇതാ എന്നവരോട് പറയുക, തഖ്രീഅൻ വതൗബീഖൻ വതസ്ഗീറൻ വതഹ്ഖീറൻ, അവരെ ഖിയാമത്ത് നാളിൽ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട്, അവരെ ഭയപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ അവരെ നിന്ദിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. സലഫുകൾ വിശദീകരിച്ചത് കാണാം, നരകം കൊണ്ടുവരപ്പെടുന്നത് അവർ മഹ്ശറിൽ വെച്ച് കാണും. വറഅൽ മുജ്രിമൂന النار വകന്ത വظنوا انهم مواقعوها ولم يجدوا عنها مصرفا. സുബ്ഹാനല്ലാഹ്. വറഅൽ മുജ്രിമൂന النار, കുറ്റവാളികൾ നരകത്തെ കാണും. വظنوا എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അവർ ഉറപ്പിച്ചു എന്നാണ്. അന്നഹും മുവാഖിഉഹ, അവരവിടെ വീഴുമെന്ന കാര്യം അവർക്ക് ഉറപ്പായി. വലം യജ്ദു അൻഹാ മസ്രിഫ, അതിൽ നിന്ന് മറ്റൊരു മാർഗം അവർ കാണുകയില്ല. ഇത് കാലങ്ങൾ, കാരണം മഹ്ശറിലെത്തിയാൽ പിന്നെ ഇവിടുത്തെ 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടുത്തെ 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം. എന്നാൽ മുഅ്മിനുകൾക്ക് അത് ഫർദായ ഒരു നിസ്കാരം കഴിയുന്ന നേരം പോലെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്നാണ് വല്ലാഹു അലം. ഇങ്ങനെ ഈ 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറിൽ അവർ എത്രയോ കാലം മുമ്പ് കാണും എന്ത് നരകം ഇങ്ങനെ കൊണ്ടുവരുന്നത്. അവർക്കെന്താണ് ഉറപ്പുണ്ടെന്ത്, ഞങ്ങൾ ഇതിന്റെ ആളുകളാണ്. ആ ഭീതിയിൽ അവരെ അങ്ങനെ തന്നെ നിർത്തും. എന്നിട്ടാണ് നരകത്തിൽ കിടത്തുക. ഇപ്പൊ നോക്കണം, ഇതെല്ലാം ശിക്ഷയുടെ വിവിധ ഇനങ്ങളാണ്. ശാരീരികമായി മാത്രമാണോ ശിക്ഷ? അല്ല, മനസ്സ് വേദനിപ്പിക്കും. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫിഹാ. നരകത്തിൽ കിടക്കവേ അവർ പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം പുറത്തേക്ക് പോകാൻ നോക്കും. പോകാമെന്ന് തോന്നും, വീണ്ടും തിരിച്ചടക്കപ്പെടും. കാരണം ഇടക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുകയും പിന്നെയും രക്ഷയില്ല എന്ന് മനസ്സിലാകുകയും ചെയ്താലും അതങ്ങേയറ്റത്തെ ദുരന്തമാണ്. അതുപോലെ നരകവാസിക്ക് ഒരിടം കാണിച്ചു കൊടുക്കും, സ്വർഗത്തിൽ ഇടം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ അങ്ങ് നന്നായിരുന്നുവെങ്കിൽ ഇതായിരുന്നു നിനക്ക് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ അവന്റെ ഖേദത്തിനുമേൽ ഖേദം, പ്രയാസത്തിനുമേൽ പ്രയാസം. സ്വർഗവാസിക്ക് നരകത്തിൽ ഇടം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ എങ്ങാനും തോന്നിവാസിയായിരുന്നുവെങ്കിൽ, തെറ്റുകാരനായിരുന്നുവെങ്കിൽ ഇതായേനെ നിന്റെ സങ്കേതം. അപ്പോൾ മുഅ്മിന് സന്തോഷത്തിനുമേൽ സന്തോഷം, അവന്റെ ആശ്വാസത്തിനുമേൽ അവന് ആശ്വാസം ലഭിക്കുമെന്നാണ്. ഇതെല്ലാം സഹോദരങ്ങളെ ഖിയാമത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വിശ്വസിച്ചവനാണ് മുസ്ലിം. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഇത് നമ്മൾ മറന്നുപോകുന്നു. ഇത് നാം ജീവിതത്തിൽ പലതും നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ മറന്നുപോകുന്നു. ഇത് മറക്കാത്ത, ഇത് കണ്ണിന് മുന്നിൽ കണ്ണുകൊണ്ട് കാണുന്നു എന്നതുപോലെ ഇതിൽ വിശ്വസിച്ചവനാണ് അള്ളാഹുവിൽ വലിയ സ്ഥാനമുള്ളവൻ. അവന്റെ അമലുകളാണ് നന്നാവുക. അള്ളാഹുവിനും ആഖിറത്തിലുമുള്ള വിശ്വാസം ആരുടെ മനസ്സിലാണോ ഏറ്റവും നന്നായി നിൽക്കുന്നത് അവന്റെ അമലാണ് നന്നാവുക. അതുകൊണ്ടാണ് ഈ രണ്ട് വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലും യൗമിൽ ആഖിറിലുമുള്ള വിശ്വാസം, അത് യഥാർത്ഥത്തിൽ ഖൽബിൽ ഉറക്കാതെ ദീനിന്റെ ബാക്കിയുള്ള മസാലകൾ ഒരാൾ പഠിച്ചാൽ അവന് ആ പഠിപ്പ് ഉപകാരപ്പെടുകയില്ല. കാരണം എന്താ, ഈ പഠിക്കണ മസാലൊക്കെ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ആ വിശ്വാസം, ആ ഈമാനം അവന്റെ ഖൽബിൽ ഉറച്ചില്ലെങ്കിലോ ബാക്കിയുള്ള ഒരുപാട് മസാലകൾ അവൻ പഠിച്ചു, അത് ഹിഫ്ളാക്കി, അതിലുള്ള പല പല അഖ്വാലുകൾ, ഖൗലുകൾ അവൻ അറിയാം, പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, പലരുടെയും തെളിവുകൾ, അതിൽ റാജിഹ ഏതാണ്, പ്രബലമായ തെളിവ് ഏതാണ്, ഇതൊക്കെ പഠിച്ചു. ഈ രണ്ട് വിശ്വാസം അവന്റെ ഖൽബിൽ ഉറച്ചിട്ടില്ലെങ്കിലോ സുബ്ഹാനല്ലാഹ് യാതൊരു കാര്യവുമില്ല. അല്ല, പലപ്പോഴും അവൻ തോന്നിവാസിയാകാൻ, പഠിച്ചിട്ട് തോന്നിവാസിയാകാൻ കാരണമായേക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ, നമ്മുടെ സ്ത്രീകളുടെ മനസ്സിൽ നാം ഓരോ സമയത്തും അവരുടെ ഖൽബിൽ ഇട്ടുകൊടുക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനും അന്ത്യദിനത്തിനുമുള്ള വിശ്വാസം. കാരണം അത് ശരിക്കും പഠിച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവർ അള്ളാഹുവിനെ സൂക്ഷിക്കും. നമ്മളെ കണ്ണെത്തിയാലും ശരി എത്തിയില്ലെങ്കിലും ശരി അവർ അള്ളാഹുവിനെ സൂക്ഷിക്കും. നമ്മളെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളെവിടെയായിരുന്നാലും, ഏത് നാട്ടിലായിരുന്നാലും, ആരും കാണാതിരുന്നാലും എല്ലാം
ഇത് കണ്ണു കൊണ്ട് കാണുന്നത് പോലെ അള്ളാഹുവും അവന്റെ പരലോകത്തിലും സ്വർഗനരകങ്ങളിലും നാം വിശ്വസിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. യതൂഫൂന ബൈനഹാ, അവർ യതൂഫൂൻ ചുറ്റിക്കൊണ്ടിരിക്കും. ബൈനഹ, ബൈനഹ എന്ന് പറഞ്ഞാൽ ബൈനന്നാർ, നരകത്തിനിടയിൽ. വബൈന ഹമീമിൻ, ഹമീമിനുമിടയിൽ. ഹമീം എന്നാൽ ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. അതിന്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞു ആൻ. ഇതേതുപോലെയാണ് തുസ്കാമിൻ ഐനിൻ ആനിയ എന്ന് പറഞ്ഞതുപോലെ ഹമീമിൻ ആൻ. ഹമീം എന്നാൽ ചുട്ടുപൊള്ളുന്ന വെള്ളം. ആൻ എന്നാൽ ഇനി അത് ചൂടാകാനില്ല, ഇനി അതിന്റെ അപ്പുറത്ത് തിളക്കാനില്ല. ചില സലഫുകൾ പറഞ്ഞതുപോലെ ആകാശഭൂമികളെ അള്ളാഹു പടക്കുന്ന ആ സമയത്ത്, അള്ളാഹു ആകാശഭൂമികളെ പടച്ച അന്ന് തിളച്ചിട്ടുണ്ട്, അന്ന് മുതൽ തിളച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ചൂടാണത്. അപ്പോ ഈ നരകത്തിൽ അവർ കത്തിയെരിയിക്കപ്പെടും, ഈ വെള്ളം കുടിപ്പിക്കപ്പെടും. ഇത് രണ്ടുമാണ്. ഏതുപോലെ സൂറത്തു ഗാഫിറിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിൽ യുസ്ഹബൂന ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളും കൊളുത്തുകളും ഉണ്ടാകും. അങ്ങേറ്റം നിന്ദ്യമായ രൂപത്തിലായിരിക്കും. ചങ്ങലയും കൊളുത്തുമൊക്കെ കഴുത്തിലും കയ്യിലുമൊക്കെ അണിഞ്ഞ് തടവുകാരായി, നരകത്തിലെ തടവുകാരായി, നിന്ദ്യരായി അവർ ഹമീമിൽ വലിച്ചടക്കപ്പെടും. സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിൽ വലിച്ചടക്കപ്പെടും. അത് കുടിപ്പിക്കപ്പെടും. അത് കുടിച്ചാൽ ഉള്ളിലുള്ളതൊക്കെ കരിഞ്ഞു പോകും, ഉള്ളിലുള്ളതൊക്കെ കഷ്ണം കഷ്ണമാകും. നരകത്തിൽ അവരെ കത്തിക്കുകയും ചെയ്യും. ഇതാണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത. ഹമീം. യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഏതിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അഥവാ അള്ളാഹു നിങ്ങൾക്ക് നരകത്തെക്കുറിച്ച് പറഞ്ഞു തരികയും താക്കീത് നൽകുകയും ചെയ്തിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും അതിലെ വിശേഷണങ്ങൾ പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ അമൽ നന്നാകാൻ. എന്നിട്ട് രണ്ടിലേക്കുമുള്ള വഴി അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയും ചെയ്തിരിക്കുന്നു. ഹിദായത്തിലേക്ക് അവൻ നിങ്ങളെ ക്ഷണിച്ചു. ബലാലത്തിൽ നിന്ന് അവന്റെ റസൂലുകളെയും കിതാബുകളെയും ഇറക്കി താക്കീത് നൽകി. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്താണ്, അതിനെ നിഷേധിക്കരുത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.